എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷയുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സിൽവർ ജൂബിലി കാലം. ഞാനൊരു ജൂൺ മാസം 18-ാം തീയതിയാണ് ഓർഡിനേഷൻ, ഞങ്ങളുടെ ഷമ്മാസ് എന്ന് പറയാം, ആദ്യത്തെ ഓർഡിനേഷൻ, ഡീക്കൻ ഓർഡിനേഷൻ സ്വീകരിച്ചത്. 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ജൂൺ 18-ന് രാവിലെ 10:30 ആയപ്പോൾ ഞാൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ ഹാളിൽ ഇരിക്കുകയാണ്. അന്ന് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം എനിക്കൊരു സർജറി ആയിരുന്നു. ഞാൻ വല്ലാതെ തകർന്നു പോയ ദിവസങ്ങൾ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, തമ്പുരാനെ, കൊള്ളാം, 25 വർഷം ഈ കുപ്പായവും ഇട്ട് നിൻ്റെ പിന്നാലെ നടന്നതിന് എനിക്ക് ഈ സിൽവർ ജൂബിലി ദിവസം തന്നെ ഈ തരുന്ന സമ്മാനമാണോ ഇത് എന്ന് ഞാൻ ചോദിച്ചു പോയി. പിറ്റേന്നൊരു സർജറി. എൻ്റെ നേസൽ ക്യാവിറ്റിയിൽ, എൻ്റെ സ്കൾ ബേസിൽ ഒരു ട്യൂമറായിരുന്നു. അത് സർജറി ചെയ്ത് നീക്കി ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി കഴിഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്നുകൂടി വരണം ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? പറഞ്ഞു, കുഴപ്പം ഉണ്ട്, അച്ഛൻ വന്നാട്ടെ, വീൽ സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. ഞങ്ങൾ വീണ്ടും വെല്ലൂരിൽ പോയി. അന്ന് മുതൽ ആരംഭിച്ച ഒരു തുടർ ചികിത്സ. എനിക്ക് 33 റേഡിയേഷൻസ് വേണ്ടി വന്നു എൻ്റെ മുഖത്തിൽ. ക്യാൻസർ ചികിത്സ നമുക്കറിയാം. ക്യാൻസർ രോഗത്തേക്കാൾ ചിലപ്പോൾ സങ്കടകരമാകും ക്യാൻസർ ചികിത്സ, അതിൻ്റെ സൈഡ് ഇഫക്ട്സ്. ഈ 33 റേഡിയേഷൻസ് ഏതാണ്ട് 2 മാസം കൊണ്ട് പൂർത്തീകരിച്ചപ്പോഴേക്കും ഞാൻ ഏതാണ്ട് ഒന്നിനും വയ്യാത്ത ഒരു സ്ഥിതിയിലായി. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് തോന്നിയ നാളുകൾ, ഇനി സാധ്യതയൊന്നുമില്ല എന്ന് ചിന്തിച്ചു പോയ നാളുകൾ. അതുകൊണ്ട് ഒന്നുമില്ല എന്നത് ചെറുതായോ വലുതായോ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നാമൊക്കെ ചെന്നുപെടുന്ന ഒരു മനുഷ്യ സഹജമായ വാക്കാണിത്. നത്തിങ് ലെഫ്റ്റ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല. ഞങ്ങളുടെ സ്വന്തം സാധ്യതയുടെ പരിമിതി ഞങ്ങൾ കടന്നു, എല്ലാം കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ പക്കലൊന്നുമില്ല. എന്നാൽ അവിടെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പരിശ്രമത്തിൻ്റെ വാഗ്ദത്തം കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് എന്തു പറഞ്ഞു? അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരട്ടെ, പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുകയും. എല്ലാം അവസാനിച്ചിട്ടില്ല. There is still possibility. ഇനി അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. വലതുഭാഗത്ത് വല വീശുവിന്. ആഴിയെയും ഊഴിയെയും ഒരു വാക്കിനാൽ മെനഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എവിടെയാണ് മീനുള്ളത്? അവൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരട്ടെ, പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുകയും. അവരുടെ വല ശൂന്യമായിരുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എന്തോ പിടിച്ചെന്ന് എഴുതിയേക്കുന്നേ, ഒന്നും പിടിച്ചില്ല എന്ന്. അവരുടെ ശൂന്യമായ വല അപ്പോൾ നിറഞ്ഞു. 153 പെരുത്ത മീൻകൂട്ടം. തമ്പുരാൻ കനിഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് കരുതിയ അവരുടെ വല സമൃദ്ധമായി നിറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകം ഒരുപക്ഷെ നമ്മോട് പറയും, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, ഇനിയോ സാധ്യതയൊന്നുമില്ല, ഇനി അവസരങ്ങളും ഒന്നുമില്ല എന്ന്. തമ്പുരാൻ അവിടുത്തെ വചനം, അവിടുത്തെ വാഗ്ദത്തം, അവിടുത്തെ നിയോഗം, അവിടുത്തെ ആലോചന, അത് നാം സ്വീകരിക്കുവാൻ കാത്തിരിക്കുമെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ പറയുന്നതിൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് നിൽക്കുന്നത്. റേഡിയേഷന് വേണ്ടി എൻ്റെ പല്ല് മുഴുവൻ എടുത്തു കളയുന്നു. 24 പല്ലുകൾ 3 ദിവസം കൊണ്ട് എടുത്തു കളഞ്ഞു. ഈ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ വല്ലാതെ ആടി നിൽക്കുന്ന ഒരു പല്ലെടുക്കാൻ പോയാൽ തന്നെ അത് എത്ര വേദന ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. ആരോഗ്യത്തോടെ ഇരിക്കുന്ന 24 പല്ലുകൾ 3 ദിവസം കൊണ്ട് 8 വീതം, ഒരു ദിവസം 8 എണ്ണം വീതം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അതിനുശേഷമാണ് ബാക്കി മുൻഭാഗത്തുള്ള ചില പല്ലുകൾ അവശേഷിപ്പിച്ചു. ഞാനൊരു പുരോഹിതനാണ് എന്നവർക്കറിയാമായിരുന്നത് കൊണ്ട് സംസാരിക്കാനൊക്കെ സഹായകരം. റേഡിയേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല പല്ലുകൾ, അതുകൊണ്ടാണ് അവരതെടുത്ത് കളഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്കറിയാം, റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ. എൻ്റെ
എൻ്റെ സലൈവ ഗ്ലാൻസ്, എൻ്റെ ഉമിനീർ ഗ്രന്ഥികൾ വറ്റിപ്പോയി. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അത്തരത്തിൽ ഉമിനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് ദൈവ കരുണയുടെ അതിശയം മാത്രമാണ്. പണ്ടൊക്കെ എനിക്ക് ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും വെള്ളം സിപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറോളം പോയാൽ ഞാൻ അറിയാറില്ല. ദൈവ കൃപയുടെ, ദൈവ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം. ഞാൻ പറയാൻ വരുന്നത്, ദൈവ കരങ്ങളിൽ സാധ്യതകളുണ്ട്. ആ ഒരു യാത്രയെല്ലാം അവസാനിപ്പിച്ചിട്ട് അന്ന് എനിക്ക് തന്ന പാട്ടുകളാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു പക്ഷേ ഇപ്പം നമുക്ക് ആ പാട്ടിൻ്റെ 2 വരികൾ പാടിയിട്ട് പോവാം. ഞാൻ പാടാം. ഗിവ് മി ഡി മേജർ, ഡി മേജർ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. റേഡിയേഷൻ ഒരു 15 സെഷൻ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖമെല്ലാം വല്ലാതെയായി. എൻ്റെ പല്ലുകളെടുത്തു. റേഡിയേഷൻ സൈഡ് ഇഫക്ട്സ് വല്ലാതെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ദൈവം തമ്പുരാൻ എന്നെ ബലപ്പെടുത്താൻ തന്ന പാട്ടാണിത്. ആ ദിവസങ്ങളിൽ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജിൽ ഒരു ഒരു ഇല്ലസ്ട്രേഷനാണിത്. ഇതിന് കാരണം, 2 പേർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ കോരിച്ചൊരിയുന്ന മഴ. 2 പേരും കുട എടുത്തിട്ടുമില്ല. ദീർഘനേരം കാത്തു നിന്നു, മഴ ശമിക്കുന്നില്ല. അതിലൊരാൾ വളരെ അസ്വസ്ഥനായിട്ട് പറഞ്ഞു, എന്തൊരു മഴ, വരേണ്ടിയിരുന്നില്ല, വീട്ടിലെങ്ങാനും ഇരുന്നാൽ മതിയായിരുന്നു, എന്താ ഇത് ഇങ്ങനെ. ഹി ബിക്കെയിം വെരി അപ്സെറ്റ്. എന്നാൽ മറ്റേ ആൾ പറഞ്ഞു, സ്നേഹിത, നമുക്ക് അല്പനേരം കൂടി കാത്തിരിക്കാം. കാരണം ഈ ഭൂമിയിൽ ഇന്നോളം പെയ്തിട്ടുള്ള ഒരു മഴയും തോരാതിരുന്നിട്ടില്ലല്ലോ എന്ന്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ടിൽ എന്ന് പറയുന്ന കപ്പൂച്ചിയൻ ഫാദർ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഇല്ലസ്ട്രേഷനാണ്. അത് വായിച്ചു. അത് അത്രയേ ഉള്ളൂ, ഇല്ലസ്ട്രേഷൻ. പക്ഷേ അത് വായിച്ചപ്പോൾ ഈ വരി എൻ്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വച്ചു, കുഞ്ഞെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പിന്നീട് അതിനോട് ചേർത്ത് വെക്കാൻ ദൈവം തന്ന വരികളാണ്, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഇപ്പോൾ രാത്രിയാണ്, പക്ഷേ ഈ രാത്രി എപ്പോഴും ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ പോവുകയാണോ? ഒരു പ്രഭാതമുണ്ട്, ഒരു പുലരിയുണ്ട്, നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. 4ാമത്തെ വരി, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. എവറി പെയിൻ must go away because God is in control. Every rain and every pain, every night and every fight will go away because God is in control. ഈ വരികളിലൂടെ ദൈവം എന്നെ ബലപ്പെടുത്തിയാണ് ഞാൻ ആ റേഡിയേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചത്. സമാനമായ അനുഭവങ്ങളിലൂടെ പോകുന്ന ഒത്തിരി പേർക്ക് ഇന്നും ആ വരികൾ ദൈവം ബലം നൽകാനായി ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവത്തിനു മുൻപിൽ 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഞാനിത് പാടുമ്പോൾ വെറുതെ കേട്ടിരിക്കാതെ ഇതൊരു ധ്യാനമായി സ്വീകരിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഓരോ വരിയിലൂടെയും നിങ്ങൾ സഞ്ചരിക്കുക. കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് ഒരു ധ്യാനമായി, ഒരു മെഡിറ്റേഷനായി, ഒരു പ്രാർത്ഥനയായി ഈ കീർത്തനത്തെ കേൾക്കുക, ശ്രദ്ധിക്കുക, പങ്കുചേരുക. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ
അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാം. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് കരുതുന്ന ജീവിത അനുഭവങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കുഞ്ഞെ അങ്ങനെ ഒന്നുമില്ലല്ലോ, ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. വലതുവശത്തേക്ക് വലയിറക്കുക. അവിടുത്തെ നിയോഗവും അവിടുത്തെ നിർദ്ദേശവും സ്വീകരിക്കാനും അവൻ്റെ വഴിയിൽ അവനെ അനുഗമിക്കാനും നമ്മുടെ സന്നദ്ധതയും സമർപ്പണവും പുതിയ സാധ്യതകളിലേക്ക് നമ്മെ നടത്തുന്നു. അവരുടെ വല ശൂന്യമായിരുന്നു ഒരു രാത്രി മുഴുവൻ. ഇവിടെ ഇതാ തമ്പുരാൻ അത് സമൃദ്ധമായി നിറച്ചിരിക്കുകയാണ്. മനുഷ്യ പരിമിതികളെ അതിജീവിക്കുന്ന അനന്ത സാധ്യതകൾ ദൈവ കേന്ദ്രീകൃത ജീവിതത്തിനുണ്ട്. നമ്മുടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്തുമാവട്ടെ, അതിൻ്റെ മധ്യത്തിൽ അവിടുന്ന് നമുക്ക് നൽകുന്ന വാഗ്ദത്തം ഇല്ല, അവസാനിച്ചിട്ടില്ല. സാധ്യതകൾ ഇനിയുമുണ്ട്. ക്രിസ്തുവിനോടൊപ്പം പരിശ്രമിക്കാം. അവിടുന്ന് നമുക്ക്
അനുഭവങ്ങളെ അവസരങ്ങളെ നൽകും.